നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിവാഹ മുഹൂർത്തത്തിൽ തന്നെ ഞാൻ മനസ്സിൽ കുറിച്ചതാ, എന്റെ കഴുത്തിൽ താലിയല്ല, നിന്റെ കഴുത്തിൽ കൊലക്കയറാ വീഴാൻ പോകുന്നേന്ന്. എന്നെ കെട്ടി പക വീട്ടാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയതല്ലേ നീ നിന്റെ അമ്മ. എന്നിട്ട് എന്തായടാ? നിന്റെ അച്ഛനൊപ്പം നിന്റെ അമ്മയും കൂടെ ചത്ത് മേലോട്ടെടുത്തു. എന്റെ പിന്നാലെ വരല്ലേ വരല്ലേന്ന് പല വട്ടം ഞാൻ കെഞ്ചി പറഞ്ഞതാ, നീ അത് കേട്ടില്ല. അതുകൊണ്ടാ നിന്റെ അമ്മ ആയുസെത്താതെ ചത്തത്. പിന്നെ നീ എന്റെ മുന്നിൽ നിൽക്കുന്നത് എന്റെ ഒരു കൈപ്പിഴ കൊണ്ട് മാത്രമാ. അതും ഞാൻ സാധിച്ചെടുക്കും. എനിക്ക് 6 വർഷം തടവ് ശിക്ഷ വിധിച്ചത് കോടതിയല്ലടാ, ദൈവാ. നിനക്ക് 6 വർഷം കൂടി ആയുസ് നീട്ടി കിട്ടിയെന്ന് കൂട്ടിക്കോ നീ. ഞാൻ പുറത്തിറങ്ങുന്ന നിമിഷം വരേ ഉള്ളൂ നിന്റെ ആയുസ്. അപ്പൊ ഒന്നും അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശം ഇല്ല നിനക്കല്ലേ? ഇല്ലടാ, 6 വർഷം ഞാൻ ഈ അഴിനരകത്തിൽ കിടക്കുമ്പോ വേറെ കല്യാണം കഴിച്ച് സുഖിക്കാൻ നിന്നെ സമ്മതിക്കില്ല ഞാൻ. തുടങ്ങി വെച്ചത് നീയല്ലേ. എപ്പ അവസാനിക്കും തീരുമാനിക്കുന്നത് ഞാനാ. മുൻ ഭാര്യ യുവാവിനെ കൊന്നൂന്നല്ല, തടവ് ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ഭാര്യ ഭർത്താവിനെ കൊന്നൂന്നാ 6 വർഷം കഴിഞ്ഞിറങ്ങേണ്ട പത്രത്തിൽ വാർത്ത വരേണ്ടത്. മനസ്സിൽ ഞാൻ അച്ചു നിരത്തി കഴിഞ്ഞടാ. സുസ്മിതേ, കടക്കടാ പുറത്ത്. അവന്റെ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ. സുസ്മിത എന്താ ഇവിടെ? സോറി മാം, ഇതിന്റെ ഒരു പേഴ്സണൽ കാര്യം. വേണ്ട വേണ്ട, ഞാൻ പോയിക്കോളാം. എന്ത് കണ്ടിട്ടാടി നിന്റെ ഈ അഹങ്കാരം? പെറ്റ തള്ളയ്ക്കോ തന്തയ്ക്കോ വേണ്ട, അമ്മയെപ്പോലെ സ്നേഹം തന്നവരും ഇപ്പോ ബദ്ധശത്രു. ഭർത്താവിനോട് കോംപ്രമൈസ് ആയിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കടി. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടും. അങ്ങനെ ഒരു ഗതികേട് വന്നാ ജയിലിൽ കിടന്ന് പുഴുവരിച്ച് ചത്തോളാം ഞാൻ. പിന്നെ ആരെ കണ്ടിട്ടാന്ന്? എന്നാ നിങ്ങൾ കണ്ടോ? ഇതുവരെ നിങ്ങൾ കണ്ടതൊന്നും അല്ല കളി. സുസ്മിതയുടെ കാലിലൊരു മുള്ളു തറച്ചു എന്നറിഞ്ഞ 12 അക്ഷൗഹിണി പടകളെയും കൊണ്ട് യുദ്ധത്തിന് ഇറങ്ങുന്ന ഒരാളുണ്ട്. ഇതുവരെ ഒന്നും ഞാൻ അറിയിച്ചില്ല. ഇനിയും വൈകാൻ പറ്റില്ല. ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയമേ ഉള്ളൂ. സർവനാശോ. പിന്നെ സർവനാശം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.